ലോകം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളിൽ ഒന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റേത്. രാഷ്ട്രീയത്തിനപ്പുറം ചില വിചിത്രമായ വാർത്തകളും അദ്ദേഹത്തെക്കുറിച്ച് പ്രചരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ 6 വിരലുകൾ ഉണ്ടെന്ന രീതിയിലുള്ള ചില വീഡിയോകൾ ഈയിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. എന്നാൽ അതിന്റെ സത്യം എന്താണ്? അത് വെറും AI നിർമ്മിതമായ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത ദൃശ്യമാണെന്നും വസ്തുതാപരമായ തെളിവുകൾ അതിനില്ലെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. പക്ഷേ ഇത്തരം ചർച്ചകൾക്ക് പിന്നിൽ ഒരു വലിയ സത്യമുണ്ട്. നെതന്യാഹു എന്ന വ്യക്തിയെ ലോകം എത്രത്തോളം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു എന്നതാണത്. നെതന്യാഹു ഇറാനെതിരെ ഉയർത്തുന്ന യുദ്ധഭീഷണി ലോകരാജ്യങ്ങൾ ഭയപ്പാടോടെയാണ് നോക്കിക്കാണുന്നത്. ദശകങ്ങളായി നിഴൽ യുദ്ധം നടത്തിയിരുന്ന ഇസ്രായേലും ഇറാനും നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഇറാന്റെ മണ്ണിലെ സൈനിക കേന്ദ്രങ്ങളെയും ആണവ നിലയങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് നെതന്യാഹു നടത്തുന്ന ഓരോ നീക്കവും പശ്ചിമേഷ്യയെ ഒരു മഹായുദ്ധത്തിന്റെ വക്കിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. 1949 ടെൽ-അവീവിലാണ് ബെഞ്ചമിൻ നെതന്യാഹു ജനിച്ചത്. ഇസ്രായേൽ സ്ഥാപിതമായ ശേഷം ആ രാജ്യത്ത് ജനിച്ച ആദ്യ പ്രധാനമന്ത്രി. അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് സൈനിക സേവനമാണ്. സയാററ്റ് മാറ്റ്കാൽ എന്ന ഇസ്രായേലിന്റെ ഏറ്റവും കരുത്തരായ എലിറ്റ് കമാൻഡോ യൂണിറ്റിൽ അദ്ദേഹം പ്രവർത്തിച്ചു. ഇസ്രായേൽ പ്രതിരോധ സേനയായ IDF-ന് കീഴിലുള്ള സ്പെഷ്യൽ ഫോഴ്സ് യൂണിറ്റാണ്. 1960കളുടെ അവസാനത്തിലും 70കളുടെ തുടക്കത്തിലും അദ്ദേഹം ഈ യൂണിറ്റിന്റെ ഭാഗമായി നിരവധി പോരാട്ടങ്ങളിൽ പങ്കെടുത്തു. അക്കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായത് ടെൽ-അവീവ് എയർപോർട്ടിൽ വെച്ച് നടന്ന റെസ്ക്യൂ ഓപ്പറേഷൻ ആയിരുന്നു. വർഷം 1972. ബെൽജിയത്തിന്റെ സബേന 571 വിമാനം പലസ്തീൻ വിമോചന പോരാളികൾ ഹൈജാക്ക് ചെയ്ത് ടെൽ-അവീവ് വിമാനത്താവളത്തിൽ ഇറക്കി. 100-ലധികം യാത്രക്കാരുടെ ജീവൻ വെച്ച് വിലപേശുകയാണ് ലക്ഷ്യം. അപ്പോഴേക്കും വിമാനം മോചിപ്പിക്കാൻ അവിടേക്ക് ഇസ്രായേലിന്റെ കരുത്തരായ സയാററ്റ് മാറ്റ്കാൽ കമാൻഡോകൾ എത്തി. ആ സംഘത്തിൽ മെക്കാനിക്കിന്റെ വേഷത്തിൽ തോക്ക് ഒളിപ്പിച്ച് പിടിച്ച ഒരു 22-കാരനുണ്ട്, ബെഞ്ചമിൻ നെതന്യാഹു. അറ്റകുറ്റപ്പണിക്കാരനെന്ന വ്യാജേന വിമാനത്തിനകത്തേക്ക് നീങ്ങിയ അവർ നിമിഷങ്ങൾക്കുള്ളിൽ മിന്നൽ പിണർ പോലെ അകത്തേക്ക് ഇഴച്ചു കയറി. വിമാനത്തിനുള്ളിൽ വെടിയുച്ചകൾ മുഴങ്ങി. ഒരു വനിതാ പോരാളിയെ കീഴ്പ്പെടുത്താൻ മല്ലിടുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി ഒരു വെടിയുണ്ട പാഞ്ഞു വന്നു. അത് നെതന്യാഹുവിന്റെ കൈത്തണ്ടയിൽ ആഴ്ന്നിറങ്ങി. രക്തം വാർന്നൊഴുകുമ്പോഴും അയാൾ പിന്മാറിയില്ല. മിനിറ്റുകൾക്കുള്ളിൽ എതിരാളികളെ ഇസ്രായേലി സേന വധിച്ചു, യാത്രക്കാരെ രക്ഷിച്ചു. അത് ഇസ്രായേലിന്റെ രാഷ്ട്രീയ ചരിത്രം തിരുത്തിക്കുറിക്കാൻ പോകുന്ന ഒരു നായകന്റെ ഉദയമായിരുന്നു. സൈനിക കമാൻഡോയിൽ നിന്നും ഇസ്രായേലിന്റെ തലപ്പത്തേക്കുള്ള നെതന്യാഹുവിന്റെ ചൂടുമാറ്റം ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. 1990കളിൽ ഇസ്രായേൽ രാഷ്ട്രീയം സമാധാന ചർച്ചകളുടെ മുനമ്പിലായിരുന്നു. എന്നാൽ അവിടെ നെതന്യാഹു എന്ന യുവ നേതാവ് വ്യത്യസ്തമായ മുദ്രാവാക്യങ്ങളുമായി ജനങ്ങൾക്കിടയിലേക്ക് എത്തി. ഇസ്രായേലും പലസ്തീനും തമ്മിലുണ്ടാക്കിയ ഓസ്ലോ സമാധാന കരാർ ഇസ്രായേലിനെ 2 തട്ടിലാക്കിയിരുന്ന സമയമായിരുന്നു അത്. പലസ്തീന് ഭൂമി വിട്ടു നൽകുന്നതിനെതിരെ കടുത്ത വലതുപക്ഷക്കാർ രംഗത്ത് വന്നു. ഈ സമയത്താണ് സമാധാന കരാറിന്റെ ഏറ്റവും വലിയ വിമർശകനായി നെതന്യാഹു മാറുന്നത്. പലസ്തീനുമായി സമാധാനം ആഗ്രഹിച്ച അന്നത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ഇസഹാക്ക് റാബിൻ തീവ്ര വലതുപക്ഷ യഹൂദ തീവ്രവാദിയാൽ കൊല്ലപ്പെട്ടു. റാബിന്റെ മരണത്തോടെ ഇസ്രായേൽ ഒരു വലിയ രാഷ്ട്രീയ ശൂന്യതയുണ്ടായി. സമാധാന ചർച്ചകളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു കരുത്തുറ്റ നേതാവിനെ രാജ്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നെതന്യാഹു രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്നത്. സമാധാനത്തെക്കാൾ സുരക്ഷയാണ് വലുതെന്ന് അദ്ദേഹം ജനങ്ങളെ ബോധ്യപ്പെടുത്തി. നെതന്യാഹുവിന്റെ പ്രസംഗ പാടവം അയാളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കി. അമേരിക്കയിൽ പഠിച്ചതുകൊണ്ട് തന്നെ പാശ്ചാത്യ രാജ്യങ്ങളോട് എങ്ങനെ സംസാരിക്കണം എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ടെലിവിഷൻ ക്യാമറകൾക്ക് മുൻപിൽ അതീവ വ്യക്തതയോടെ സംസാരിക്കുന്ന നെതന്യാഹുവിനെ ഇസ്രായേലിലെ യുവാക്കൾ പുതിയ കാലത്തിന്റെ നേതാവായി കണ്ടു. അങ്ങനെ 1996 തന്റെ 46-ാം വയസ്സിൽ ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായി ബെഞ്ചമിൻ നെതന്യാഹു സത്യപ്രതിജ്ഞ ചെയ്തു. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ഷിമോൺ പെരസിനെ അട്ടിമറിച്ചുകൊണ്ടായിരുന്നു ആ വിജയം. പലസ്തീനുമായി സമാധാനം ഉണ്ടാക്കാൻ ശ്രമിച്ച ഓസ്ലോ കരാറുകളെ നെതന്യാഹു നഖശിഖാന്തം എതിർത്തു. ഇസ്രായേലിന്റെ മണ്ണ് വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു സമാധാനവും തനിക്ക് സ്വീകാര്യമല്ലെന്ന് അയാൾ ഉറപ്പിച്ചു പറഞ്ഞു. പലസ്തീൻ രാഷ്ട്രം എന്ന ആശയത്തെ അദ്ദേഹം തന്ത്രപൂർവ്വം തടഞ്ഞു. ഓരോ തവണയും ലോകരാജ്യങ്ങൾ പലസ്തീനായി വാദിക്കുമ്പോൾ അദ്ദേഹം ഇസ്രായേലിന്റെ സുരക്ഷ എന്ന വൻമതിൽ ഉയർത്തിക്കാട്ടി. നെതന്യാഹുവിന്റെ നയങ്ങൾ വ്യക്തമായിരുന്നു: പലസ്തീനെ ഭൂപടത്തിൽ നിന്ന് ഇല്ലാതാക്കുക, പകരം ഇസ്രായേൽ ശക്തിപ്പെടുത്തുക. ലോകം അദ്ദേഹത്തെ ഒരു വലതുപക്ഷ തീവ്രവാദി എന്ന് വിളിച്ചപ്പോഴും ഇസ്രായേലിലെ വലിയൊരു വിഭാഗത്തിന് അദ്ദേഹം സുരക്ഷാ കവചമായി മാറി. 5 തവണ പ്രധാനമന്ത്രിയാവുക എന്ന അപൂർവ നേട്ടം അദ്ദേഹം സ്വന്തമാക്കി. ഇസ്രായേലിലെ സാമ്പത്തിക അടിത്തറ മാറ്റിയതിൽ നെതന്യാഹു വലിയ പങ്കുവഹിച്ചു. എന്നാൽ സുരക്ഷയുടെ പേരിൽ അദ്ദേഹം സ്വീകരിച്ച കടുത്ത വലതുപക്ഷ നിലപാടുകൾ രാജ്യത്തെയും ലോകത്തെയും 2 തട്ടിലാക്കി. പലസ്തീൻ എന്ന രാജ്യത്തെ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്ന് വലിയൊരു ആരോപണമാണ് നെതന്യാഹു നേരിടുന്നത്. ഗാസയിലെ തുടർച്ചയായ സൈനിക നീക്കങ്ങൾ, വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേലി സെറ്റിൽമെന്റുകളുടെ വ്യാപനം എന്നിവയിലൂടെ നെതന്യാഹു പലസ്തീൻ സ്വപ്നങ്ങളെ തകർക്കുന്നു എന്ന് ഐക്യരാഷ്ട്രസഭയും ലോകരാജ്യങ്ങളും കുറ്റപ്പെടുത്തുന്നു.
നെതന്യാഹുവിനെതിരെ ഏറ്റവും ശക്തമായ നീക്കം നടത്തിയത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയാണ്. ഗാസയിൽ നടക്കുന്ന യുദ്ധക്കുറ്റങ്ങളും മനുഷ്യത്വത്തിന് നിരക്കാത്ത ക്രൂരതകളും ചൂണ്ടിക്കാട്ടി നെതന്യാഹുവിനും പ്രതിരോധ മന്ത്രിക്കുമെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിപ്പിക്കാൻ ICC ചീഫ് പ്രോസിക്യൂട്ടർ കരീം ഖാൻ ശുപാർശ നൽകിയിട്ടുണ്ട്. 2023 ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് ശേഷം ഗാസയിൽ അദ്ദേഹം നടത്തിയ പ്രത്യാക്രമണം ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം ക്രൂരമാണെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ ഇസ്രായേലിന്റെ നിലനിൽപ്പിന് ഇത് അനിവാര്യമാണെന്ന് നെതന്യാഹു ഉറച്ചു വിശ്വസിക്കുന്നു. ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന അദ്ദേഹത്തിന്റെ ലക്ഷ്യം 10,000-കണക്കിന് മനുഷ്യരുടെ ജീവൻ എടുത്തു കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ നെതന്യാഹുവിന്റെ കണ്ണിലെ ഏറ്റവും വലിയ കരട് പലസ്തീനല്ല, അത് ഇറാനാണ്. ഇറാന്റെ ആണവ പദ്ധതി തകർക്കാൻ അദ്ദേഹം ഏതറ്റം വരെയും പോകുമെന്നും തെളിയിച്ചു കഴിഞ്ഞു. നെതന്യാഹു ലോകത്തെ ഭയപ്പെടുത്തുകയാണ്. ചിലർക്ക് അദ്ദേഹം സ്വന്തം രാജ്യത്തിന്റെ രക്ഷകനാണ്, എന്നാൽ മറ്റു ചിലർക്ക് അദ്ദേഹം ലോക സമാധാനത്തിന് ഭീഷണിയാകുന്ന യുദ്ധക്കൊതിയനാണ്. ഒരു കമാൻഡോയിൽ നിന്നും ഇസ്രായേലിന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര ഇനിയും അവസാനിച്ചിട്ടില്ല. ആകാശത്ത് യുദ്ധവിമാനങ്ങൾ പറക്കുമ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് നെതന്യാഹുവിന്റെ അടുത്ത നീക്കത്തിലേക്കാണ്.